കാട്ടാക്കടയിൽ മാമ്പഴോത്സവത്തിന് തുടക്കമായി. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ മാമ്പഴോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഇവന്റ്സാണ് മാമ്പഴോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 16 വരെയാണ് കാട്ടാക്കട ആർക്കേഡ് ഹാളിന് മുൻവശത്തായി മാമ്പഴോത്സവം നടക്കുന്നത്. 26 ഐറ്റം മാമ്പഴങ്ങൾ മേളയിലുണ്ട്. ഇതുകൂടാതെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ, വാർഡ് അംഗങ്ങളായ റാണി ചന്ദ്രിക, ശ്രീകുമാരി, അനസൂയ, കുമാരി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ ആർക്കേഡ് ഹാളിൻ്റെ മൈതാനിയിലാണ് മാമ്പഴമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയോജകമണ്ഡലം MLA നിർവഹിക്കാൻ വേണ്ടിയാണ് അവർ ക്ഷണിച്ചിരുന്നത്. എന്നാൽ അടിയന്തരമായി നമ്മുടെ MLAക്ക് നിലമ്പൂർ പോകേണ്ടി എന്നുള്ളതുകൊണ്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയിലാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. എന്നോടൊപ്പം പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ S. വിജയകുമാറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കുമാരിയും ജനപ്രതിനിധി നമ്മുടെ റാണി ചന്ദ്രികയും മറ്റ് വ്യാപാരി വ്യവസായ സമിതിയുടെയും ഇവിടുത്തെ പ്രധാന ഈ മാമ്പഴം മേളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകരടക്കം എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ വിവിധങ്ങളായിട്ടുള്ള മാമ്പഴങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഏകദേശം 26 ഇനം മാമ്പഴങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചുള്ളതും അത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതും. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാളുകൾ, ഐസ്ക്രീം, പാനിപൂരി അടക്കമുള്ള ചായയും അതോടൊപ്പം തന്നെ വാച്ചിങ്ങിനടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള സ്റ്റാളുകളും 10 ദിവസക്കാലം ഈ പ്രദേശത്ത് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മേഖലയ്ക്കകത്ത് ഗ്രാമനഗരം വ്യത്യാസമില്ലാതെ ആളുകൾക്ക് ഇത് കാണാനും മാമ്പഴം കാണാനും രുചിച്ചു നോക്കാനും അത് വാങ്ങാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ മാമ്പഴമേള വളരെ സജീവമായി കാട്ടാക്കടയിൽ 10 ദിവസം ഉണ്ടാവും. ആ 10 ദിവസവും ജനങ്ങൾ വന്ന് കാണാനും അത് സാധനം വാങ്ങാനും വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ ജനം മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മാമ്പഴമേള ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഒരു മാമ്പഴമേള കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ, അത് എൻ്റെ വാർഡിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 26 ഐറ്റങ്ങളടങ്ങുന്ന മാമ്പഴം, അതേപോലെ മറ്റ് പാനിപൂരി, മറ്റ് ചെറുപ്പക്കാരായ അവരെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വിവിധ തരത്തിലുള്ള മേളകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു വൻ വിജയമായി തീരണം എന്നാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ ഒരു മലയോര ഗ്രാമമാണെങ്കിൽ പോലും കാട്ടാക്കട താലൂക്ക് ആസ്ഥാനത്താണ് ഇങ്ങനെ ഒരു മാമ്പഴമേള സംഘടിപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറായത്. ഒത്തിരി സാമ്പത്തികം ചെലവഴിച്ചാണ് അവർ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പൂർണ്ണ സഹായവും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രതികൂല കാലാവസ്ഥയാണ്, ഒരു 1-1.5 ആഴ്ച കാലമായി മഴ നീണ്ടു നിൽക്കുന്ന ഒരു വേളയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു മേള സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരാഴ്ച കാലം നമുക്ക് നന്നായി ഈ മേള മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കാലാവസ്ഥ അനുകൂലമായും ഈ കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായി ആർക്കേഡ് ഹാൾ ഗ്രൗണ്ടിലാണ് ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഈ മേളയിൽ പങ്കെടുക്കാനും ഇവിടെയുള്ള ഈ നല്ല നാടൻ വിഭവങ്ങൾ വാങ്ങി അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രമാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും ഈ മേളയിൽ ഈ വരുന്ന ഒരാഴ്ച കാലം ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ എല്ലാവരും സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. കാട്ടാക്കട ഗ്രാമജില്ലാ നവാസികൾക്ക് എൻ്റെ നമസ്കാരം. ഞങ്ങൾ ഒരു ഫെസ്റ്റിവൽ ഇവൻസിൻ്റെ കീഴിൽ ഇവിടെ ഒരു കാട്ടാക്കട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആർക്കേഡ് ഹാൾ ഗ്രൗണ്ടിൽ ഞങ്ങളുടെ കീഴിൽ കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ടുള്ള ഒരു സംരംഭമായ ഒരു മാമ്പഴ ഫെസ്റ്റും മാമ്പഴമേളയും ഷോപ്പിംഗ് ഫെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 2 മണിക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
24 പരം മാങ്ങകളുടെയും മറ്റ് വിഭവങ്ങളുടെയും വൻ ശേഖരവുമായി ഫെസ്റ്റിവൽ വിൻസിൻ്റെ കീഴിൽ കാട്ടാക്കട സെൻട്രലായി ഈ മേള തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ മേളയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു.